ആവേശം ഉയർത്തി പുന്നമടയിൽ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഹീറ്റ്സ് ഇങ്ങനെ നടക്കുകയാണ്. ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണം. അതുകൊണ്ട് ആംഗ്യ ഭാഷയിൽ അക്കാര്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്കൊപ്പം വൈഷ്ണവി കൂടിയുണ്ട്. ഒപ്പം നമ്മുടെ ടീം റിപ്പോർട്ടർ പുന്നമടയിൽ സജ്ജമാണ്. ജലരാജാക്കന്മാരായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം 2 മണിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. റിപ്പോർട്ടറിനെ പ്രതിനിധീകരിച്ച് ഇത്തവണ ഇറങ്ങുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. നീറ്റിലപ്പോൾ പള്ളാത്തുരുത്തിക്കൊപ്പം നമ്മുടെ ആവേശം കൂടുതലായി ഉയരും. ജയേഷ് പുക്കുട്ടൂരും വള്ളിക്കാടനും നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുകയാണ്. തുടർന്ന് കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ വിപുലമായ റിപ്പോർട്ടിംഗ് സംഘം അവിടെ അണിനിരക്കുകയാണ്. പവലിയനുകളൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. പുന്നമടയുടെ ഒരു ആവേശം അത് എത്രത്തോളമാണെന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ നെഹ്റു ട്രോഫിയിൽ ഇത്തവണ ഹീറോയായി മാറാൻ പോകുന്നത് ആരായിരിക്കും? വിജയ കിരീടം ചൂടാൻ പോകുന്നത് ആരായിരിക്കും? അതാണ് നമുക്ക് അറിയേണ്ടത്. ജയേഷ് പുക്കുട്ടൂർ ഒപ്പം വള്ളിക്കാടൻ ആദ്യഘട്ടത്തിൽ വരുന്ന അമരത്തേക്ക് കയറുന്ന പോരാളികൾക്ക് സ്വാഗതം. ജയേഷ്, ഉച്ചയായി, ഉച്ചവെയിലോ ഉച്ചയ്ക്ക് പെയ്യുന്ന മഴയോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പുന്നമടയിൽ ആവേശം ഇപ്പോൾ അളക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് ഉയരാൻ പോകുന്ന മിനിറ്റുകളിലേക്ക്, മണിക്കൂറുകളിലേക്ക് ഹീറ്റ്സിനൊപ്പം തന്നെ കടക്കുകയല്ലേ ജയേഷ്? സുജയ, ഇവിടെ പെയ്യുന്നത് മഴയോ വെയിലോ അല്ല, ഇവിടെ പെയ്യുന്നത് ആവേശം മാത്രമാണ്. അല്ല ഇപ്പേട്ടാ? തീർച്ചയായിട്ടും ആവേശത്തിന്റെ കൊടുമുടി കയറി പുന്നമട കായലിൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. മഴ മാറി നിൽക്കുകയാണ്. ഒരു ചെറിയ മഴയൊക്കെയാണ് തുഴച്ചിൽക്കാർക്ക് ഒരു സന്തോഷമാണ്. കാരണം അവരുടെ ശരീരം നമ്മളെ ചുടുകട്ടയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തിളച്ചു വരും. ആ സമയത്ത് ഒരു ചെറുമഴ കിട്ടിയത് നല്ലതാണ്. പക്ഷെ വലിയ മഴ വരുമ്പോൾ അവരുടെ ടൈമിങ്ങിനൊക്കെ അത് ബാധിക്കും. 6 ഹീറ്റ്സായി മത്സരിക്കുന്ന 21 ചുണ്ടൻ വള്ളങ്ങൾ ഏറ്റവും മികച്ച സമയം കുറിച്ച് ഫൈനലിൽ ഇടം പിടിക്കാനുള്ള അതിതീവ്ര പരിശീലനത്തിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട്. അപ്പൊ നമ്മളീ പാട്ടുന്ന പോലെ തോൽവി എന്തെന്നറിയാത്ത അപ്പൊ PVC ചുണ്ടനിതാ ജയിച്ചു വന്നേ. പള്ളാത്തുരുത്തി ബോട്ടിൽ അവരുടെ ഡബിൾ ഹാർട്ട് റെഡിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മേൽപ്പാടം ചുണ്ടലിൽ അണിനിരക്കുമ്പോൾ ഒട്ടു പിന്നില്ലാത്ത കഴിഞ്ഞ പ്രാവശ്യം വിൻ ചെയ്ത വിയപുരം ചുണ്ടൻ ഇത്തവണ വില്ലേജ് ബോട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി സ്വന്തമാക്കി 2 തവണ ഹാട്രിക് അടക്കം സ്വന്തമാക്കിയ UBC യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് തുഴയാനെത്തുന്നു. നമുക്ക് പല തുഴച്ചിലുകളുണ്ട്. ഇപ്പൊ കടൽ കുത്തെന്ന് പറയുന്ന തുഴച്ചിലുണ്ട്, വൈക്കം ശൈലിയുണ്ട്, കുട്ടനാടൻ ശൈലിയുണ്ട്. അപ്പൊ എല്ലാ ശൈലികളും സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു പോരാട്ടമാണ് പുന്നമടക്കായലിൽ നടക്കുന്നത്. നമ്മളെപ്പോഴും ഒരു കമന്ററിയിലൊക്കെ സാധാരണ പറയും പുന്നമടക്കായലിൽ തീ പിടിക്കാൻ പോവുകയാണ്, പുന്നമടക്കായലിൽ തീ പാറാൻ പോവുകയാണ്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ്. കുട്ടനാട്ടുകാരുടെ മാത്രമല്ല, ഇന്ന് ആൻഡമാനിൽ നിന്ന് തുഴയാൻ വരുന്ന ആൾക്കാരുണ്ട്. ജമ്മു കാശ്മീരിൽ പട്ടാളമായിട്ട് ജോലി ചെയ്ത ആൾക്കാർ വരുന്നുണ്ട്. ഗൾഫ് നാടുകളിലെ മണലാരണ്യങ്ങളിൽ അവധിയെടുത്ത് വന്ന് തുഴച്ചിൽക്കാരുണ്ട്. അപ്പോൾ ഓരോ വള്ളംകളി പ്രേമിയുടെയും എന്താ പറയാ ഏറ്റവും വലിയ വികാരമാണ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നുള്ളത്. ഒരു തനി കുട്ടനാട്ടുകാരനും കൂടിയാണ്. അതെ, വള്ളംകളിയിലെ ഏത് ആസ്പെക്റ്റാണ് ഏറ്റവും അധികം ഇഷ്ടമുള്ളത്, ഏറ്റവും അധികം നൊസ്റ്റാൾജിക് ആയിട്ട് തോന്നുന്നു? ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജി എന്ന് പറഞ്ഞാൽ കരകളിലുള്ള ആവേശം, കാണികളുടെ ആവേശം, വള്ളംകളി പ്രേമികളുടെ ആവേശം. ഇന്നൊരു ദിവസം ഇവിടെ എത്തിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ഈ ലൈവ് കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഗൾഫിലും അമേരിക്കയിലും UK യിലൊക്കെ ഉണ്ടാവും. വലിയ ആവേശത്തോടെ കമന്റുകൾ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെ ടീമിനെ കമന്റുകളിലൂടെ വരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് നമ്മുടെ ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും പേരെന്ന് പറഞ്ഞു പോവാം. വിയപുരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനേരി, പായിപ്പാടൻ ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്, ചെറുതന ചുണ്ടൻ തെക്കേക്കര ബോട്ട് ക്ലബ്ബ്, ആലപ്പാടൻ ചുണ്ടൻ വെള്ളൂർ ബോട്ട് ക്ലബ്ബ്, കാരിച്ചാൽ ചുണ്ടൻ ഏറ്റവും കൂടുതൽ തവണ എന്താ പറയുക സ്വന്തമാക്കിയ 16 തവണ സ്വന്തമാക്കിയ കാരിച്ചാൽ ചുണ്ടൻ, KCBC മേൽപ്പാടൻ ചുണ്ടൻ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. റിപ്പോർട്ടറിന്റെ കുപ്പായത്തിൽ ഏതാനും പുന്നമടക്കായലിലേക്ക് നടത്താൻ പോകുന്ന അത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5 തവണയും വ്യത്യസ്ത വള്ളങ്ങളിൽ അവർ കപ്പടിച്ചെന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ തവണ മാക്രോ സെക്കൻഡിൽ പിടിച്ചത് ഇത്തവണ ഒരു വള്ളപ്പാടകലെ പിടിക്കുമെന്ന് പറയുന്നുണ്ടോ, പക്ഷേ വിട്ടുകൊടുക്കുന്നില്ല മറ്റ് 20 ക്ലബ്ബുകളും. പിന്നെ സെന്റ് ജോർജ്, അതോടൊപ്പം തന്നെ കരുവാറ്റ് ഏറ്റവും പഴക്കം ചെന്ന ഒരു വള്ളമാണ് വെള്ളംകുളങ്ങര. പണ്ട് നെഹ്റുവിനെ സ്വീകരിച്ച നെപ്പോളിയൻ വള്ളമാണ് വെള്ളംകുളങ്ങരയായിട്ട് പിന്നീട് പോയത്. അത് സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബ് കായൽപ്പുറം. ജവഹർ തായങ്കരിക്കും ചരിത്രമുള്ള വള്ളമാണ്. ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് നടുഭാഗം ഏറ്റവും കൂടുതൽ അന്ന് 1ാം സ്ഥാനം കിട്ടിയ നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ്. ഈ കരയിലുള്ള ക്ലബ്ബാണ് പുന്നമട ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്നത്. തലവടി ചുണ്ടൻ താരതമ്യേന ഏറ്റവും പുതിയ ചുണ്ടനുകളൊന്ന് അതാണ് UBC തുഴയുന്നത്. ചമ്പക്കുളം ചുണ്ടൻ പേരെടുത്ത ഏറ്റവും പ്രതിഭയുള്ള ഒരു വള്ളം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് തുഴയുന്നത്. ഏറ്റവും പുതിയ ക്ലബ്ബ് കൂടിയാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ്. കരുവാറ്റ ശ്രീ വിനായകൻ അവർ മങ്കൊമ്പ് ബോട്ട് ക്ലബ്ബ്, നടുവിലെ പറമ്പൻ ഇമ്മാനുവേൽ ബോട്ട് ക്ലബ്ബ്, പായിപ്പാടൻ ബോട്ട് ക്ലബ്ബ്. അവർ വരുന്നത് കുമരകത്തുനിന്നാണ്. ആനാരി കൈനേരി ബോട്ട് ക്ലബ്ബ്, ആയാപറമ്പ്, സെന്റ് പൈസ്, നിരണം പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഏക അവകാശപ്പെടാൻ പറ്റുന്ന ചുണ്ണാണ്.
ആയാപറമ്പ് വലിയ ദിവാഞ്ചി, അങ്ങനെ 21 ചുണ്ടൻവള്ളങ്ങൾ ഈ പുന്നമടക്കായലിനെ ത്രസിപ്പിക്കാൻ എത്തുകയാണ്. 1150 മീറ്റർ ദൂരം, അതായത് 9.58 സെക്കൻഡാണ് ഉസൈൻ ബോൾട്ട് 100 മീറ്റർ പിന്നിടാൻ വേണ്ടി ബെർലിനിൽ എടുത്തത്. ഇവിടെ 1150 മീറ്റർ ദൂരം പിന്നിടാൻ ആരെടുക്കും സമയം? ഇപ്പോൾ 4 മിനിറ്റ് ശരാശരി സെക്കൻഡുകൾ കണക്കാക്കിയാണ് പള്ളാത്തുരുത്തി എത്തിയത്. ഏറ്റവും വീറും വാശിയുള്ള മത്സരം. അപ്പൊ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്.